നമസ്കാരം. വർക്കിംഗ് ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതിപ്പോൾ ഫെബ്രുവരി മാസമാണ്. എല്ലാ ജീവനക്കാരും അവരവരുടെ ഓഫീസിൽ ഒരു ഫൈനൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കേണ്ട മാസമാണ് ഫെബ്രുവരി. ഇതിപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകും. ഈ ഫെബ്രുവരി മാസത്തെ സാലറി പ്രോസസ് ചെയ്യുന്നതിന് മുൻപായി ഇത്തരത്തിലൊരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നൽകിയില്ല എങ്കിൽ അവരുടെ ശമ്പളം പ്രോസസ് ചെയ്യുന്നതല്ല എന്നൊക്കെയുള്ള നോട്ടീസാണ് വരുന്നത്. ചിലർ എന്നെ വിളിച്ചു ചോദിച്ചു, ഇപ്രാവശ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം 12,75,000 രൂപ വരെ നമുക്ക് ഇളവുണ്ടല്ലോ. എനിക്ക് 12,75,000 സാലറി ഒന്നുമില്ല. എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ 12,75,000 ഇളവ് ഈ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കുന്നതല്ല. അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് ഈ പുതുതായി പ്രഖ്യാപിച്ച ഇളവുകൾ നമുക്ക് ലഭിക്കുന്നത്. ന്യൂ റെജീം പ്രകാരം 7 ലക്ഷം രൂപ വരെയുള്ള ഇളവുകൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി സമർപ്പിക്കേണ്ടതാണ്. അടുത്ത വർഷം നമുക്ക് 25-26 സാമ്പത്തിക വർഷം അല്ലെങ്കിൽ 26-27 അസസ്മെന്റ് ഇയറിൽ 12,75,000 രൂപ വരെ സാലറി ഉള്ളവർക്ക് ഇൻകം ടാക്സ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഇതിലേക്ക് ഉണ്ടായേക്കാം. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഫെബ്രുവരി ഒരു 22, 23, 24 തീയതിക്ക് മുമ്പായി തന്നെ സമർപ്പിക്കേണ്ടതാണ്. അത് വളരെ വേഗം എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതിനായി നമ്മുടെ കൈവശം വേണ്ട പ്രധാനപ്പെട്ട രേഖ നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് 2024 മാർച്ച് മാസം മുതൽ 2025 ഫെബ്രുവരി വരെ നമ്മൾ എത്ര രൂപ സാലറി വാങ്ങി, അതിൽ എത്ര ഡിഡക്ഷൻ ഉണ്ട്, അതിൽ PF എത്ര പോയി, എത്ര SLA പോയി, എത്ര ഇൻഷുറൻസിലേക്ക് പോയി എന്നൊക്കെയുള്ള ഒരു സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട പ്രധാന രേഖ. ഈ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ നമ്മുടെ ഓഫീസിൽ നമുക്ക് ലഭിക്കുമായിരിക്കും. ഇല്ല എന്നെങ്കിൽ നമുക്ക് സ്വന്തമായി തന്നെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെന്റ് സ്പാർക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതെങ്ങനെ ചെയ്യാമെന്നുള്ള മറ്റൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇനി നമ്മൾ പോകുന്നത് ഈ രീതിയിൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ്. അതിനെ ഇക്കോസ്റ്റാറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇക്കോസ്റ്റാറ്റിനെ ഞാൻ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് തയ്യാറാക്കിയ ഇക്കോസ്റ്റാറ്റ് എന്ന് പറയുന്ന ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം. അതിനായി നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു. ഇക്കോസ്റ്റാറ്റ് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്, ecostat.com. ഇവിടെ ഇൻകം ടാക്സ്, ഇതിൽ ടാക്സ് കാൽക്കുലേറ്റർ 2024-25 സെലക്ട് ചെയ്യുന്നു. ഇവിടെ പേര് നമ്മൾ എൻ്റർ ചെയ്യുന്നു. പാൻ കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ ആക്ച്വൽ പാൻ നമ്പറോ അല്ലെങ്കിൽ പേരോ ഒന്നും എൻ്റർ ചെയ്യുന്നില്ല, എളുപ്പത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, ഡെസിഗ്നേഷൻ, പാൻ കാർഡ് നമ്പർ, നിങ്ങളുടെ ഓഫീസ് നെയിം എല്ലാം ടൈപ്പ് ചെയ്യുക. ഇവിടെ സെലക്ട് ദ കാറ്റഗറി, നമ്മളിവിടെ ഇൻഡിവിജ്വൽ ഏജ് ബിലോ 60 ഇയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ചൂസ് ദ ഇൻകം ടാക്സ് സ്ലാബ്, ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാതെ വിടാം. എന്തായാലും ലാസ്റ്റിൽ നമുക്ക് ഓൾഡ് റെജീമിലും ന്യൂ റെജീമിലും നമ്മൾ എത്രത്തോളം ടാക്സ് അടയ്ക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ നമുക്ക് വേണ്ടതെന്ന്. അത് ലാസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ മാർച്ച് 2024 മുതൽ ഫെബ്രുവരി 2025 വരെയുള്ള നമ്മുടെ സാലറി ഡ്രോൺ എത്രയാണെന്നുള്ളത് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യും. ഞാനിവിടെ ഒരു 75,000 രൂപ പ്രതിമാസ ശമ്പളമുള്ള ഒരാളുടെ ഇൻകം ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 75,000 ടൈപ്പ് ചെയ്യുന്നു. എല്ലാ കോളത്തിലും 75,000 ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. നവംബർ മാസത്തിൽ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായിരുന്നു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇൻക്രിമെൻ്റ് കൂടി ചേർന്നുള്ള ഫിഗർ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഇതല്ല 75,000 ഇൻക്രിമെൻറ്റ്. അപ്പോൾ നമ്മുടെ സാലറി മുഴുവൻ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ദ ഗ്രോസ് സാലറി ഓർ പെൻഷൻ ഫോർ ഈച്ച് മന്ത് ആണ്. പെൻഷനേഴ്സിനും ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇനി നമ്മൾ മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. DA അരിയർ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, 0. പേ റിവിഷൻ അരിയർ ഇല്ല, 0. എനി അതർ അരിയേഴ്സ്, എന്തെങ്കിലും അരിയർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്താം. ഞാനിവിടെ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല. ലീവ് സറണ്ടർ, നമ്മളൊരു മാസത്തെ ലീവ് സറണ്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു ലീവ് സറണ്ടർ വെറുതെ എൻ്റർ ചെയ്യുകയാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അടുത്ത് ഫെസ്റ്റിവൽ അലവൻസ്, എല്ലാവർക്കും ഫെസ്റ്റിവൽ അലവൻസ് കിട്ടിയിട്ടുള്ളതാണ്, 2,750 രൂപ. എനി അതർ ഇൻകം ഞാനിവിടെ 0 എൻ്റർ ചെയ്യുന്നു. എക്സസ് പേ ഡ്രോൺ, ഡയസ്നോൺ എക്സെട്ര, ഒരു ഡയസ്നോൺ ഉണ്ടെങ്കിൽ ഡയസ്നോൺ എൻ്റർ ചെയ്യാം. ഈ ഇദ്ദേഹത്തിന് ഡയസ്നോണൊന്നും ഇല്ലാത്ത ആളാണ്, അതവിടെ ലീവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവർ എങ്ങനെയാണ് ആ വാടക ഇൻകം ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതിനെ പറ്റി വളരെ വിശദമായൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, മുകളിലുള്ള ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും ഇവിടെ വാടക നൽകാത്ത ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ 0 ആണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത്. അതിനുശേഷം ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇത് ഡയറക്റ്റായി നമ്മുടെ സാലറിയിൽ നിന്നും കുറയ്ക്കുന്ന ഡിഡക്ഷൻസ് ആണ്.
അപ്പോൾ നമ്മുടെ ഗ്രോസ് സാലറിയിൽ നിന്നും ഡയറക്റ്റായി കുറയ്ക്കുന്ന ഡിഡക്ഷൻസ് കൺവെയൻസ് അലവൻസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. പ്രൊഫഷൻ ടാക്സ് പെയ്ഡ്, പ്രൊഫഷൻ ടാക്സ് 2 പ്രാവശ്യമായി നമ്മൾ 2500 രൂപ പേ ചെയ്തിട്ടുണ്ട്. ഇനി ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് നമുക്കിപ്പോൾ മാക്സിമം 2 ലക്ഷം രൂപ വരെ, ഇതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് വർക്കിംഗ് ക്ലാസ്. ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇവിടെ 2 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഞാനിവിടെ 1 ലക്ഷം രൂപ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചത്, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് സാലറിയിൽ നിന്നും കുറയ്ക്കാൻ പറ്റുന്നതാണ്. മെഡിക്ലെയിം നമുക്ക് മാക്സിമം 25,000, സീനിയർ സിറ്റിസൺസിനാണെങ്കിൽ 50,000 വരെ. ഞാനിവിടെ മെഡിക്ലെയിം 6,000 രൂപ, നമ്മുടെ മെഡിസപ്പ് അടച്ച തുക 12 മാസം 500 രൂപ വെച്ച് നമ്മൾ അടച്ചിട്ടുണ്ടല്ലോ, അത് കാണിക്കുകയാണ്. മറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം നോക്കുക. ഇതിലേതെങ്കിലും നമുക്ക് ബാധകമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യുക. ഞാനിവിടെ ഇത്രയും മാത്രമേ എൻട്രി ചെയ്യുന്നുള്ളൂ. ഡിഡക്ഷൻ എൻ്റർ 80C, 80CCC, 80CCD. ഇത് മാക്സിമം 1.5 ലക്ഷം രൂപ വരെയാണ്. നമുക്ക് LICയിൽ അടച്ചത് നമ്മൾ എത്ര രൂപ അടച്ചിട്ടുണ്ട്? ഞാനൊരു 10,000 രൂപ LIC അടച്ചതായിട്ട് കാണിക്കുന്നു. അതുപോലെ കോൺട്രിബ്യൂഷൻ ടു GPF സബ്സ്ക്രിപ്ഷൻ, GPF സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു മാസം 10,000 രൂപ വെച്ച് നമ്മൾ അടച്ചിരിക്കുന്നു എന്ന് വയ്ക്കാം. 1,20,000 രൂപ 12 മാസം കൊണ്ട് അടച്ചു. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു SLI GAS അതൊരു 7,500 രൂപ. അതുപോലെ തന്നെ ടേം ഡിപ്പോസിറ്റ്, പർച്ചേസ് ഓഫ് ടാക്സ്, ഈ രീതിയിൽ 80Cയിൽ മാക്സിമം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് 25,000 രൂപ. എന്തായാലും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ 1.5 ലക്ഷം ആവുമ്പോൾ നിർത്താം നമുക്ക്, കാരണം അതിൽ കൂടുതലൊന്നും നമുക്ക് ഈ 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് ലഭിക്കുന്നതല്ല. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സാലറി ഓർ അഡ്വാൻസ് ടാക്സ് ആണ്. അതായത് നമ്മുടെ TDS അടച്ച എത്രയാണ്? കഴിഞ്ഞ ജനുവരി വരെ നമ്മൾ TDS അടച്ചിട്ടുണ്ടാകുമല്ലോ. ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ TDS അടയ്ക്കാറുണ്ട്. ആ TDS നമ്മൾ മാസം ഒരു 1000 രൂപ വെച്ച് അടച്ചായിട്ട് കൂട്ടുക. ഒരു 10 മാസം അടച്ചു, അപ്പോൾ 10,000 രൂപ TDS അടച്ചിട്ടുണ്ടെങ്കിലാണേ. ഇത്രയും വരെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. നെറ്റ് ടാക്സബിൾ ഇൻകം ഓൾഡ് റെജീമിൽ ഇത്രയാണ്, ന്യൂ റെജീമിൽ ഇത്രയാണ്. ഈ രീതിയിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം, അതുപോലെ തന്നെ നമ്മുടെ സെസ് 4%, ഇതെല്ലാം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാക്സ് നോക്കുക. ഓൾഡ് റെജീമിൽ നമുക്ക് 25,724 രൂപ ടാക്സ് ഉണ്ട്. ഓൾഡ് റെജീമിലും ടാക്സ് ഉണ്ട്, ന്യൂ റെജീമിലും ഉണ്ട്. നമുക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ 25,724 ഓൾഡ് റെജീമിലും, ന്യൂ റെജീമിലും 25,640, അല്പം കുറവാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇക്വസ്റ്റാറ്റ് പറഞ്ഞിട്ടുണ്ട് സെലക്ട് ദിസ്, അതായത് ഈ ന്യൂ റെജീം സെലക്ട് ചെയ്യുക. കാരണം ഇതിനകത്ത് ചെറിയ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ന്യൂ റെജീമാണ്. നമ്മളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സെലക്ട് ദിസ് ക്ലിക്ക് ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ ഓഫീസിൽ കൊടുക്കാനുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ഈ സെക്ഷനിലെത്തുകയാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എംപ്ലോയീസ് ഓർ പെൻഷനേഴ്സ്, ഇതിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എംപ്ലോയീസ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പെൻഷനേഴ്സിനാണെങ്കിൽ പെൻഷനേഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എംപ്ലോയീസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഓഫീസിൽ കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡായി വന്നിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ഗ്രോസ് ഇൻകം ഉണ്ട്, നമ്മുടെ ഡിഡക്ഷൻസ് എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് നമുക്ക് അടയ്ക്കേണ്ട ടാക്സ്, ഇവിടെ നമുക്ക് 35,724 രൂപ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നു. 10,000 രൂപ നമ്മൾ TDS ആയിട്ട് അടച്ചിട്ടുണ്ട്. ബാക്കി 25,724 രൂപ അടയ്ക്കണം എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള 25,724 രൂപ നമ്മുടെ ഫെബ്രുവരി മാസത്തെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യും. അപ്പോൾ ഈ ഡിക്ലറേഷനാണ് നമ്മളിവിടെ ഒപ്പിട്ട് ഓഫീസിൽ ഏൽപ്പിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ പരമാവധി ആൾക്കാർക്ക് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.